ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മലിനർക്ക് എല്ലാം നിർമ്മലമായി തോന്നും. അവർക്കൊന്നും മലിനമല്ല. ഇനി അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവിഹിതം പോലും അവർക്ക് സുഖം പകരുന്നതായിരിക്കും. ഇതായിരിക്കരുത് നമ്മുടെ മനോഭാവം, നമ്മുടെ ജീവിത ശൈലി എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. ഒരു സ്ത്രീ അവരുടെ ഭർത്താവിൻ്റെ ചില അവിഹിത ബന്ധങ്ങളെല്ലാം അവർ കണ്ടെത്തി, കഷ്ടപ്പെട്ട് അതെല്ലാം കണ്ടുപിടിച്ചു. തെളിവോടുകൂടി അതെല്ലാം അദ്ദേഹത്തിന് മുമ്പിൽ നിരത്തി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ കൂളായിട്ട് പറഞ്ഞൊരു കാര്യം, നീ എന്തിനാണ് ഇതിന് മാത്രം കഷ്ടപ്പെട്ട് ഇതൊക്കെ കണ്ടുപിടിക്കുക? എന്നോട് ചോദിച്ചെങ്കിൽ ഞാൻ പറയല്ലായിരുന്നു. എന്നിട്ട് വളരെ കൂളായിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, എനിക്ക് ഫാമിലി ലൈഫ് ഇമ്പോർട്ടൻ്റ് ആണ്, സോഷ്യൽ ലൈഫും ഇമ്പോർട്ടൻ്റ് ആണ്. ഫാമിലി ലൈഫിൻ്റെ ഭാഗമായിട്ട് കല്യാണം കഴിച്ച് ഭാര്യയൊക്കെ ഉണ്ട്, ഭാര്യയ്ക്ക് വേണ്ടതൊക്കെ നൽകുന്നുമുണ്ട്. ഇനി എനിക്ക് എൻ്റെ സോഷ്യൽ ലൈഫിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ കുറച്ച് ബന്ധങ്ങളുണ്ട്. ഞാൻ അതിനകത്തൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, എന്നോട് ചോദിച്ചെങ്കിൽ ഞാൻ പറയുകയല്ലായിരുന്നോ ഞാൻ ആരുടെയൊക്കെ അടുത്ത് പോകുന്നുണ്ട്, ഇങ്ങനെയുള്ള അവിഹിതമായ ബന്ധങ്ങൾ ആരോടെല്ലാം ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞേനെന്ന്. അതിനകത്തൊരു പാപമുണ്ട്, അല്ലെങ്കിൽ ഒരു മാലിന്യമുണ്ട് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. കാരണം നമ്മൾ മോശമായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചിലപ്പോൾ മോശമായിട്ട് നമുക്ക് തോന്നിയെന്ന് വരില്ല. അതുകൊണ്ടാണ് മലിനർക്ക് ഒന്നും മലിനമായിട്ട് ചിലപ്പോൾ അവർക്ക് തോന്നിയെന്ന് വരില്ല, അവർക്കെല്ലാം നിർമ്മലമായിട്ടാണ് തോന്നുക. ഒരു പഴഞ്ചൊല്ലുണ്ട്, കുളിച്ചാൽ കുളിരുമില്ല, നശിച്ചാൽ നാണവുമില്ല. കേൾക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവും. ചിലരെ കാണാൻ സാധിക്കും, അവർ തണുപ്പാന്ന് പറഞ്ഞ് കുളിക്കാതിരിക്കും. കുളിച്ചു കഴിഞ്ഞാൽ ആ ഒരു കുളിര് അതില്ല. കുളിച്ചാൽ കുളിരുമില്ല, നശിച്ചാൽ നാണവുമില്ല. ചില നാശപ്രവൃത്തികളിലേക്ക്, നശീകരണ പ്രവൃത്തികളിലേക്കൊക്കെ പോയിട്ട് ഇനി ചിലർക്ക് ആ വഴിയെ പോകാനായിട്ട് ഒരു നാണം ഇല്ലാത്തവരുണ്ട്. അതാണ് ആ ഒരു പഴഞ്ചൊല്ലിൻ്റെ തന്നെ ഒരു കാതലായിട്ടുള്ള സന്ദേശം. ഇതെല്ലാം വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് യെശയ്യായുടെ പുസ്തകം 5-ാം അധ്യായം 20-ാമത്തെ വചനം എടുക്കുകയാണെങ്കിൽ അതിനൊരു കാതലായ സന്ദേശമുണ്ട്. യെശയ്യ 5:20 അവിടെ പറഞ്ഞിരിക്കുന്നത്, തിന്മയെ നന്മയെന്നോ നന്മയെ തിന്മയെന്നോ വിളിക്കുന്നവന് ദുരിതം. നന്മയും തിന്മയെന്ന് വിളിക്കരുത്, തിന്മയെ നന്മയെന്നും വിളിക്കരുത്. വിളിക്കുകയാണെങ്കിൽ അവന് ദുരിതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രകാശത്തെ അന്ധകാരമെന്നോ അന്ധകാരത്തെ പ്രകാശമെന്നോ വിളിക്കുന്നവന് ദുരിതം. വീണ്ടും ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, മധുരത്തെ കയ്പെന്നോ കയ്പിനെ മധുരമെന്നോ വിളിക്കുന്നവന് ദുരിതം. നമ്മൾ കയ്പായിട്ട് കാണേണ്ട കാര്യങ്ങൾ മധുരമായിട്ട് കാണരുതെന്ന്, മധുരമായിട്ട് കാണേണ്ട കാര്യങ്ങൾ കയ്പായിട്ട് കാണരുത്. അങ്ങനെയുള്ളവർക്ക് ദുരിതം എന്നുള്ളത് ഇവിടെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് ദൈവം മലിനമെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ അത് വിശുദ്ധമെന്ന് ചിന്തിച്ച് അതിൻ്റെ പുറകെ പോകുന്നെങ്കിൽ നമ്മുടെ ഗതി അധോഗതിയായിരിക്കും എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. രണ്ടാമതായി നമ്മൾ ചിന്തിക്കുന്നത്, നമ്മെ മലിനമാക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ബൈബിളിലുണ്ട്. ഇനി അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അത് പഠിക്കാതെ കണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുന്ന വ്യക്തികളെ കാണാൻ പറ്റും. മത്തായി 15:10 മുതൽ വായിക്കുമ്പോൾ അവിടെ വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, വായിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതൊന്നും നിന്നെ മലിനമാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷിക്കുന്ന സാധനങ്ങളോ പാനീയങ്ങളോ അതല്ല നമ്മെ യഥാർത്ഥത്തിൽ മലിനമാക്കുന്നത്. അത് ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല, ഉദരത്തിൽ പ്രവേശിച്ച് വിസർജിക്കപ്പെടുന്നു. അതിലല്ല നിങ്ങൾ ഒരുപാട് പ്രാധാന്യം കൽപ്പിക്കേണ്ടത് എന്ന് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കാൻ. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഉള്ളിൽ നിന്നും പുറത്തോട്ട് വരുന്നത് നമ്മുടെ സംസാരം, അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഹൃദയവും മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ദുഷ്ചിന്ത, കൊലപാതകം, പരസംഗം, മോഷണം, വ്യഭിചാരം, അങ്ങനെ ഒരു വലിയ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവ നിന്നെ അശുദ്ധനാക്കും. അത് നീ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമല്ലാതെ ഉള്ളിലേക്ക് പോകുന്ന കാര്യങ്ങൾ നിന്നെ മലിനമാക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കല്ല നമ്മൾ വലിയ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. കൊളോസസ് 2-ാം അധ്യായം 11-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ശരിക്കും ഒരു പരിച്ഛേദനം, നമ്മൾ സ്വീകരിക്കേണ്ട പരിച്ഛേദനം അധരചർമ്മം മുറിച്ചുകൊണ്ടുള്ള പരിച്ഛേദനത്തെക്കാൾ അധമ വികാരങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ആന്തരിക പരിച്ഛേദനം. അതാണ് കൊളോസസ് 2:11 വചനത്തിൽ നമ്മളൊക്കെ സാധാരണ അതിനാണ് പ്രാധാന്യം കൽപ്പിക്കാറുള്ളത്. മർക്കോസ് 7-ാം അധ്യായം 13-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതിനേക്കാൾ ദൈവവചനത്തെ ആശ്ലേഷിച്ച് ജീവിക്കാൻ നിനക്ക് പറ്റണം. പാരമ്പര്യത്തിൻ്റെ പേരിൽ വചനം ഞെരുക്കിക്കളയരുത്, വചനം തരുന്ന സന്ദേശത്തെ ഞെരുക്കിക്കളയരുത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ലൂക്കാ 8-ാം അധ്യായം 20-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ആരാണ് ശരിക്കും യേശുവിന് സഹോദരൻ, സഹോദരി, അമ്മ? ദൈവവചനം കേട്ട് അതനുസരിക്കുന്നവർ ആണ്. ലൂക്കാ
20-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. മത്തായി 9:13 വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം, വചനം പ്രാധാന്യം കൽപ്പിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ മനസ്സിലാക്കി അത് ഏറ്റെടുക്കുന്നതിന് പകരം നമുക്കിഷ്ടമുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് വേണമെങ്കിൽ മുമ്പോട്ട് പോകാം. ഞാൻ ആവശ്യത്തിലേറെ സമയം പ്രാർത്ഥിക്കാനിരിക്കുന്നുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ന്യായീകരിക്കാം. ദൈവത്തിന് അതൊന്നും വലിയ പ്രീതി ഉളവാക്കണമെന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നീ പോയി പഠിക്കുക. മൂന്നാമതായി നമ്മൾ ചിന്തിക്കുന്നത് നമ്മെ അശുദ്ധരാക്കുന്ന, മലിനരാക്കുന്ന ചില കാര്യങ്ങൾ പ്രത്യേകം ദൈവവചനം എടുത്തു കാണിക്കുന്നുണ്ട്. ഒരു 4-5 കാര്യങ്ങൾ ആ ഒരു മേഖലയിൽ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമത്തെ കാര്യം വിഗ്രഹാരാധന, അന്യദൈവ ആരാധന. അത് നമ്മെ മലിനരാക്കും. എസെക്കിയേൽ 36:17 വായിച്ചാൽ ഇസ്രായേലിൻ്റെ പ്രവൃത്തി കണ്ടിട്ട്, അന്യദൈവങ്ങളെ ആരാധിക്കുന്നത് കണ്ടിട്ട് ദൈവം പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ ഈ ചെയ്യുന്നത് എനിക്ക് ആർത്തവ മാലിന്യം പോലെയാണ്. നമ്മളെ മലിനരാക്കുന്ന ഒന്നാണ് ഈ ഒരു വിഗ്രഹാരാധന എന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും. ലേവ്യർ 19:31 വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, മന്ത്രവാദം, ശകുനം എന്നിവ നിങ്ങളെ അശുദ്ധരാക്കും. ഈ കാര്യങ്ങൾ, എന്തെങ്കിലും കാര്യം നടന്നു കിട്ടാൻ വേണ്ടി നമ്മൾ ഈ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നാം അശുദ്ധരായി മാറുന്നു. മറ്റൊന്ന് നമ്മളെ അശുദ്ധരാക്കുന്ന ഒന്നാണ് വിദ്വേഷം. ഹെബ്രായ ലേഖനം 12:15 വിദ്വേഷം മൂലം നിങ്ങളിൽ പലരും അശുദ്ധരായിത്തീരുന്നു. ഇതിൽ ഭക്ഷണപദാർത്ഥങ്ങളുടെ ക്രമീകരണമൊക്കെ പലരും ശ്രദ്ധിക്കും, പക്ഷേ ഹൃദയത്തിൽ നിന്ന് ഈ വെറുപ്പ്, വിദ്വേഷം, വാശി, വൈരാഗ്യം അതൊക്കെ വെടിയാൻ വിസമ്മതിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. അവർ ഭയങ്കര ഭക്തരായിട്ട് പള്ളിപ്പോക്കും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് വേണമെങ്കിൽ ജീവിതത്തിൽ പോകുന്നുമുണ്ട്. മറ്റൊന്ന് അശുദ്ധമായ ചില കാര്യങ്ങൾ, അതിലേക്ക് നമ്മൾ പോയാൽ നമ്മൾ അശുദ്ധരാകും, ഓട്ടോമാറ്റിക്കലി അശുദ്ധരാകും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ന്യായാധിപന്മാർ 13-ാം അധ്യായം വായിച്ചാൽ മനോവയ്ക്കും ഭാര്യയ്ക്കും ദൈവം കൊടുത്ത ഒരു സന്ദേശം, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകും, അവൻ ശക്തനായിരിക്കേണ്ടതിന് അശുദ്ധമായതൊന്നും നിങ്ങൾ സ്പർശിക്കരുത്, വീഞ്ഞോ ലഹരി പാനീയങ്ങളോ തൊട്ടുപോകരുത്, അശുദ്ധമായ ഒന്നിലേക്കും നിങ്ങൾ പോകരുത് എന്നുള്ള ആ ഒരു നിർദ്ദേശം. 1 തെസ്സലോനിക്ക 4-ാം അധ്യായം 7-ാമത്തെ വചനം എടുത്താലോ, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റൊന്ന് നമ്മളെ അശുദ്ധരാക്കുന്ന 4-ാമത്തെ കാര്യം ഇതാണ്, കാമവികാരങ്ങൾ. 1 തെസ്സലോനിക്ക 4-ാം അധ്യായം 5-ാമത്തെ വചനം അതാണ് നമ്മെ ഓർമ്മിപ്പിക്കുക. നിങ്ങളെ അശുദ്ധരാക്കുന്ന കാമവികാരങ്ങൾ, അവയ്ക്ക് നിങ്ങൾ അടിമകളാകരുത്. കാമാസക്തി ഒരുപാട് നമ്മളെ ഭരിക്കുന്ന, ബന്ധിച്ചിട്ടിരിക്കുന്ന അവസ്ഥകളുണ്ടാകാം. നമ്മളതിലൂടെ മലിനരാകുന്നു. 5-ാമത്തെ കാര്യമാണ് മ്ലേച്ഛ വസ്തുക്കൾ. എസെക്കിയേൽ 20:7 മ്ലേച്ഛ വസ്തുക്കൾ നമ്മെ അശുദ്ധരാക്കും. അപ്പസ്തോല പ്രവർത്തനം 19:19 എടുക്കുമ്പോൾ അങ്ങനെയുള്ള മ്ലേച്ഛ വസ്തുക്കൾ കൈവശം വെച്ചിരുന്നവർ അതെല്ലാം കൊണ്ടുവന്ന് തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആ ഒരു രംഗം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് നമ്മളെ ഏത് വിധത്തിലാണ് പലതും അശുദ്ധമാക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അശുദ്ധമല്ല എന്ന് ചിന്തിക്കുന്നത് വിവേകമല്ല. നമുക്ക് ആ ഒരു ബോധ്യത്തോടെ ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. അവിഹിതം നിസ്സാരമായി കാണുന്ന വ്യക്തികളുണ്ട്, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഉത്ഥാന ലഹരിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരികയും പാപത്തിൽ വീഴാതെ ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത യേശുവേ, അങ്ങയോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാനും ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുന്നവരാകാനും ഞങ്ങൾക്ക് വരമരുളണമേ. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. അവയെല്ലാം ഞങ്ങൾക്ക് നടത്തി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.